ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിഞ്ഞിരിക്കുക എന്ന് പറയുന്നതായിരിക്കും ശരി. നാളെ നമ്മൾ നാട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എന്ത് ബിസി ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും ആലോചിച്ചറിയാം. പാക്കിംഗ് ഉണ്ടായിരിക്കും, പിന്നെ ലാസ്റ്റ് മിനിറ്റ് മറന്ന് എന്തെങ്കിലും സാധനങ്ങൾ പോയി വാങ്ങിക്കാനുണ്ടായിരിക്കും, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ അതിന് പുറമെ വീടിൻ്റെ അവസ്ഥ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ കുത്തി മറച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മുഴുവൻ പഴയ രൂപത്തിലെത്തിയില്ലെങ്കിലും കുറച്ചൊന്ന് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ വലിയ ട്രാവലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഓഫ് എന്നുള്ളൊരു ഫീലിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതെനിക്കിഷ്ടമല്ല. അപ്പോൾ വീടൊന്ന് കുറച്ച് വൃത്തിയാക്കി വെക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വളരെ ബിസിയാണ്. ഇതിന് പുറമെ യുവിയുടെ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് കേട്ടോ, അവന്റെ ഗ്രോത്ത് ടെസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ അപ്പോയിന്റ്മെന്റും ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാന്നൊക്കെ ഞാൻ ആലോചിച്ചൊക്കെ ഇരിക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം പിന്തള്ളിക്കൊണ്ട് ഒരു വലിയ പ്രശ്നം മുന്നിലോട്ട് വരുന്നത്, ഡയറിയ. ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം എന്തോ പറ്റാഞ്ഞിട്ടാ തോന്നുന്നു എനിക്കും വിഷ്ണുവിനും ഡയറിയ പിടിപെട്ടിരിക്കുകയാണ്. വൊമിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ അടിപൊളിച്ചിരിക്കുക എന്ന് പറയുന്നതായിരിക്കും ശരിയത്. ഇന്നലെ രാത്രി നമ്മൾ രണ്ടുപേരും ടോയ്ലറ്റിൽ ബിസി ആയിരുന്ന കാരണം ഒരു പോള കണ്ടടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പാക്കിംഗ് മാറ്റി വെക്കാൻ പറ്റില്ല, കാരണം ആദ്യമായിട്ട് യുവിനായിട്ട് ട്രാവൽ ചെയ്യുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ്റെ എടുത്തിട്ടില്ലേ എന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ട്. അപ്പൊ അത് പ്രയോറിറ്റിയിൽ ചെയ്തേ പറ്റൂ. നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെക്കാം, പക്ഷെ യുവിയുടെ കാര്യം പ്രയോറിറ്റിയിൽ ചെയ്തേ പറ്റൂ. പിന്നെ അവന്റെ അപ്പോയിന്റ്മെന്റ് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. പിന്നെ നാട്ടില് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ കാര്യങ്ങൾ എന്തായാലും പോയി വാങ്ങിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടും വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതിൻ്റെ ഒപ്പം ഞാൻ വിചാരിച്ചു ഈ പുട്ടിന് തേങ്ങിടുന്ന പോലെ ഇന്ന് നമുക്ക് ഈ ഒരു വ്ളോഗും കൂടെ എടുക്കാന്ന്. എല്ലാ തവണയും നമ്മുടെ നാട്ടിലോട്ട് പോകുമ്പോൾ തലേന്നത്തെ ആ ഒരു പാക്കിംഗ് വൈബും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നാട്ടിലോട്ടുള്ള യാത്ര തുടങ്ങാറ്. ഇത്തവണ ഞാൻ തെറ്റിക്കുന്നില്ല. എന്തൊക്കെ ഇന്നത്തെ ഒരു ദിവസം ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെ ഈ വ്ളോഗ് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എല്ലാ തവണയും വ്ളോഗ് എടുക്കുന്നതിന് മുന്നേ എനിക്കൊരു ജസ്റ്റ് പ്ലാനിങ് ഉണ്ടാവാറുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. ഇന്ന് എനിക്ക് ഷടപടയായിരിക്കും. അതുകൊണ്ട് ലെറ്റ്സ് സീ. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഞാൻ പറഞ്ഞില്ലേ, വീടിന്റെ അവസ്ഥ കുറച്ചൊരു മോശമാണ് കേട്ടോ. അത് നിങ്ങൾ ഈ വീഡിയോയിൽ ഇഗ്നോർ ചെയ്യാം. വിഷ്ണു എങ്ങനെയുണ്ട്? ഞാൻ പെട്ടെന്ന് കഞ്ഞി വെക്കട്ടെ. എന്നിട്ട് നമ്മളോട് ഡോക്ടർ പറഞ്ഞ് ഇന്ന് മാക്സിമം ഫ്ലൂയിഡ്സും കാര്യങ്ങളും കഴിച്ച് വൈറൽ ഇൻഫെക്ഷൻ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഞ്ഞിയും പിന്നെന്താണ് കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അല്ലേ, ആ രണ്ട് സംഗതിയും കഴിക്കട്ടെ. 3 വിഭവങ്ങളാണ് നമ്മുടെ അടുപ്പിൽ നിന്ന് ഒറ്റയടിക്ക് റെഡിയാവുന്നത്. ഒന്ന് പൊടിയരി കഞ്ഞി, വേറൊന്നും കഴിക്കാൻ വയ്യ. പൊടിയരി കഞ്ഞി ആവട്ടെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇത് വെള്ളം തിളക്കുന്നുണ്ട് ഒരു കട്ടൻ ചായക്ക് വേണ്ടി കേട്ടോ. കട്ടൻ ചായയിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്നത് ഡയറിയക്ക് കുറച്ച് നല്ലതാണെന്ന് വിഷ്ണുവിന്റെ അമ്മ പറഞ്ഞു. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ ദീപ ചേച്ചി കടുക് പൊട്ടിച്ച് വെള്ളം തിളപ്പിച്ച് നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ഇവിടെ തിളപ്പിച്ച് വെക്കാന്ന് വിചാരിച്ചു. സൗകര്യം പോലെ ത്രൂ ഔട്ട് ദ ഡേ എപ്പോഴെങ്കിലും കുടിക്കാലോ. അങ്ങനത്തെ 3 സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കണതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പിന്നെ കേട്ടിട്ടുമുണ്ട് നമുക്ക് വയറിന് നല്ലതാണ് ഡയറിയുള്ള സമയത്ത് എന്നൊക്കെ. പക്ഷെ ഈ കടുക് പൊട്ടിച്ച് വെള്ളം തിളപ്പിച്ച് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, എന്താണെന്ന് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി, വയറിന് വയ്യാന്നുണ്ടെങ്കിലും. അപ്പോ ചട്ടി വെക്കുക, ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് കടുക് ഇടുക, കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വെള്ളം ഒഴിക്കുക, കുറെ നേരം വെള്ളം തിളയ്ക്കണം. തിളച്ച് വെള്ളം ഏകദേശം പകുതിയാവുമ്പോൾ അതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് അരിച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരുന്നാണ് ദീപേച്ചി പറഞ്ഞത്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊടിയരി കഞ്ഞി ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കഴിച്ചിട്ട് വൊമിറ്റ് ചെയ്തായിരുന്നു 1-2 തവണ. അതിനുശേഷം എനിക്ക് തീരെ കഴിക്കാൻ പറ്റാതെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഇങ്ങനൊരു ഉപയോഗം അതിനെ കൊണ്ട് ഉണ്ടാവും എന്നുള്ളത് അന്ന് ചിന്തിച്ചില്ല. ചൂട് ഇവിടെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പുതിയ ഒരു കളിപ്പാട്ടമാണ്. എന്താണെന്ന് ഞാൻ എണീച്ചതിന് ശേഷം ഞാൻ കഴിച്ചത് കേട്ടോ. എനിക്ക് പൊടിയരി കഞ്ഞി എപ്പോഴും കുക്കറിൽ അടച്ചു വെക്കാൻ ഒരു ടെൻഷനാണ്. കാരണം ചെറിയ അരി ആയത് കാരണം എങ്ങാനും ഇതിൽ കയറിപ്പോയി ബ്ലോക്ക് ആവോ, കുക്കർ പൊട്ടി തെറിയോ, അങ്ങനത്തെ ഒരു പേടിയാണ് എനിക്ക്. ആവശ്യമുള്ള പേടിയാണോ അല്ലാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് എപ്പോഴും ഞാൻ അത് വിസിലടിക്കാൻ വേണ്ടി കാത്തു നിൽക്കില്ല. ഒരു 5-10 മിനിറ്റ് വിസിൽ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം തുറന്നെടുക്കുക ചെയ്യാറ്. എനിക്കിന്ന് എന്താ പറയാ, എന്റെ വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് എനിക്കിന്നൊരു കമ്മിറ്റ്മെന്റും കൂടെ തീർക്കാനുണ്ട്. ഞാൻ ഇന്നത് ചെയ്യാതിരുന്നാലോ എന്ന് കുറെ ആലോചിച്ചു. പക്ഷെ നമ്മൾ ബ്രാൻഡ്സിന്റെ ഒക്കെ ആയിട്ട് കമ്മിറ്റ്മെന്റ് വന്നാൽ ഒരു തവണ ഞാൻ അത് പോസ്റ്റ്പോൺ ചെയ്തതാണ് ഓൾറെഡി.
പക്ഷെ എന്റെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോ ബ്രാൻഡിന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നിപ്പോ ഡയറി ആയിരുന്നു, അതേപോലെ നാളെ ട്രാവൽ ചെയ്യണം, അതൊന്നും ബ്രാൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടച്ച് തുറന്നു വെച്ചെന്നെ ചെയ്യാം. അപ്പോൾ അതൊന്നും ബ്രാൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ കുറേ തവണ പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫഷണലിസത്തെയും അത് കുറച്ചൊക്കെ ബാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ആ ഒരു കമ്മിറ്റ്മെന്റും കൂടെ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാൻ വേണ്ടി നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല വിഷ്ണു, ഇന്ന് വിഷ്ണു ഫുൾ തലയാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോഴേ 15 മിനിറ്റിൽ കഞ്ഞി കുടിച്ചിട്ട് ഇറങ്ങണം. കാരണം ഇവന്റെ ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുവിക്ക് ഇന്ന് രാവിലെ തൊട്ട് ഒട്ടും അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു കിണുങ്ങലാണ് അവന്. ഞങ്ങൾ രണ്ടുപേരും അടിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ബെറ്ററായി തുടങ്ങിയത് കേട്ടോ. വിഷ്ണു ഖത്തം ഹോഗയ, ഒരു രക്ഷയില്ല, വളരെയധികം മോശം അവസ്ഥയിലായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ട്. നമുക്ക് നാളെ ഫ്ലൈറ്റ് വരുന്നത് വൈകുന്നേരം 8 മണിക്കാണ് കേട്ടോ. 8 മണിക്ക് ആംസ്റ്റർഡാമിൽ നിന്ന്, പിന്നെ ഒമാനിന്ന് ഡൽഹിയിൽ നിന്ന് കാലിക്കറ്റ്. നമ്മൾ ആക്ച്വലി കൊച്ചിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര കണക്ഷൻ ഫ്ലൈറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ റോഡ് കുറച്ച് മോശമാണ് വളാഞ്ചേരിലോട്ട് വരാൻ വേണ്ടി. അപ്പൊ ആദ്യമായിട്ട് ഇവൻ വെതർ മാറുക, പിന്നെ ഇത്ര നേരം കാറിലിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താവും സിറ്റുവേഷൻ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കാലിക്കറ്റിക്ക് തന്നെ എടുത്തത്. പിന്നെ അവിടുന്ന് വീട്ടിലോട്ട് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അതുവരെ എത്താൻ വേണ്ടി നമുക്കിനി ഇഷ്ടം പോലെ കടമ്പകൾ കിടക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ ഇവന്റെ അപ്പോയിന്റ്മെന്റ്, പിന്നെ ഇവന്റെ 1-2 മെഡിസിൻസ് നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ച് കയ്യിൽ വെക്കണം. കാരണം ബ്രാൻഡും കാര്യങ്ങളൊന്നും മാറി ഉപയോഗിക്കണ്ടല്ലോ. പിന്നെ അതേപോലെ ഇവന്റെ ഫോർമുല വാങ്ങിക്കണം. ഫോർമുല സെയിം ബ്രാൻഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് ബാക്കിയുണ്ട്. വിഷ്ണു ഒന്ന് ലീവ് എടുത്തു, ഒട്ടും വയ്യാഞ്ഞിട്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്, മറ്റന്നാൾ ലീവാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു കരിയറിൽ അത്ര ലീവൊന്നും വിഷ്ണുവിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇപ്പോൾ വയ്യാഞ്ഞിട്ട് ഇന്നും നാളെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ലീവാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഷടേന്ന് പോയി കാറ് ചാർജ് ചെയ്യാനിട്ടിരിക്കുകയാണ്. അതെടുത്ത് വരുമ്പോഴേക്ക് വിഷ്ണു യുവിയും കൂടെ റെഡിയാവാന്ന് പറഞ്ഞു അവൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം. ഇതേ കിടക്കുന്നു നമ്മുടെ കാറ്. ഇന്നലെ രാത്രി ചാർജ് ചെയ്യാണ്ടെങ്കിലും എന്തോ ഒരു എറർ കാരണം ചാർജ് ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി ഇതിട്ടതും വെറുതെ ആയിട്ടുണ്ട്. ഞാൻ ഈ കാറ് ചാർജ് ചെയ്യാതെ എന്നുള്ള പരിപാടിക്കൊന്നും ഒട്ടും നിൽക്കാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ബോറടിയാണ് അതൊക്കെ. വിഷ്ണുവിന്റെ ജോലികളാണ്. എനിക്കിവിടെ ആക്ച്വലി ഒരു ചെറിയ പട്ടിക്കുട്ടനെ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മഴയത്തും കാറ്റത്തും വെയിലത്തും ഒന്നും നോക്കാതെ നമ്മൾ ഇവരെയും കൊണ്ട് നടക്കാൻ പോകേണ്ടി വരും. പിന്നെ ഒരു കുറെ എന്റർടൈൻമെന്റ് നമ്മുടെ കുറെ എന്റർടൈൻമെന്റ് മാറ്റി വെച്ചൊപ്പം നിൽക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സിറ്റുവേഷനിലല്ല ഞാൻ. ഒരു 1-2 കൊല്ലത്തിൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ നാളെ ഇറങ്ങിയിട്ട് നേരെ വിഷ്ണുവിന്റെ അങ്ങോട്ടാ പോണേ കേട്ടോ. ഒന്ന് വിഷ്ണുവിന്റെ പേരൻസ് ഇതുവരെ ഇവനെ കണ്ടിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവര്. അമ്മ വിളിക്കുമ്പോ പറയാം അമ്മയ്ക്ക് ജലദോഷമാണ്, നിങ്ങൾ വരുമ്പോഴൊക്കെ ഇത് മാറണേ, ഇവനെ എടുക്കാനുള്ളതല്ലേ. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അമ്മ ഇരിക്കുന്നത്. അപ്പൊ പ്ലാൻ പ്രകാരം നമ്മൾ ആദ്യം വിഷ്ണുവിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ എന്നിട്ട് എന്റെ വീട്ടിലോട്ട് വരാം, അമ്മമ്മയ്ക്കും വല്യച്ഛനും ഒക്കെ അവനപ്പോ നെക്സ്റ്റ് ഡേ തന്നെ കാണാലോ എന്ന്. പിന്നെ ഇപ്പൊ ഒരു പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാരണം നമ്മൾ നാട്ടിലൊരു ചെറിയ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് കേട്ടോ, അറൈവൽ ഓഫ് യുവാൻ എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ, വളരെ ഇമ്മീഡിയറ്റ് ഫാമിലിനെ മാത്രം വിളിച്ചിട്ട്. അപ്പോ ഞാൻ വളാഞ്ചേരിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാരും ഓൾറെഡി അവനെ കാണും. പിന്നെ ഈ പരിപാടിക്ക് ഒരു ഹരം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ പരിപാടി വന്ന എല്ലാരും അവനെ കാണാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ അമ്മമ്മയും വെല്ലച്ചനും പ്രോഗ്രാമിന് വരും കേട്ടോ. അമ്മമ്മയുടെ ഹെൽത്ത് ഒക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ വിശേഷങ്ങൾ ഞാൻ പറയാം. ആദ്യം ഞാനിപ്പോ പോയിട്ട് വിഷ്ണു ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ, അവനെ കാറിലോട്ട് വെക്കാം. കാറ് കയറിയ നമുക്ക് അപ്പോ വണ്ടി എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാറിലിരിക്കുന്നത് വലിയ താല്പര്യമില്ല. ഇവിടെ നമുക്ക് 4 ആഴ്ച 8 ആഴ്ച പിന്നെ 12 ആഴ്ച അങ്ങനെ കൂടുമ്പോ ഇവരുടെ മൈൽ സ്റ്റോൺസ് ഇവർ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ ഇവരുടെ മസിൽസ് എല്ലാം ഗുഡായിട്ടല്ലേ ഗ്രോ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ഒരു റെഗുലർ ചെക്കപ്പാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ ഇനി എന്തായാലും ഒരു 6 ആഴ്ച നമ്മളിവിടെ ഇല്ല. അതിനു മുന്നേ അവർ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കി ഒരു എന്താ പറയാ, അവരുടെ പോകുന്നതിന്റെ മുന്നിൽ ഒരു ചെക്കപ്പ് അവർക്ക് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് പോണേ. അപ്പോ ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം. എങ്ങനെയുണ്ട് വിഷ്ണു? ഇപ്പൊ വിഷ്ണുവിന്റെ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല, കുറച്ച് ബെറ്റർ ആണെന്നാ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് വൊമിറ്റിംഗ് അങ്ങനെ വയർ അപ്സെറ്റ് ആവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയർഡായി പോയ ഒരു ദിവസം. ഇപ്പൊ തിരിച്ചു ചെന്നിട്ട് ഞാൻ ഇവനെ കുളിപ്പിക്കും, എന്നിട്ട് ഞാൻ ഇവന്റെ കാര്യങ്ങൾ ബാക്കി ടേക്ക് ഓവർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്റെ
ബാക്കി കാര്യങ്ങൾ ഒപ്പം കൊണ്ടുപോയിക്കൊണ്ട്. വിഷ്ണു നല്ല രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഞാൻ ഒരു 1.5 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. സോ വീട്ടിലെത്തിയിട്ട് യു ദ ടേക്ക് റെസ്റ്റ്. ഓക്കെ, ശബ്ദമൊന്നും ഇല്ല, തീർന്നിരിക്കുന്നു. Wat doe je dat goed? Dat is hartstikke zwaar. Dan mag je ook even chillen. Ja. Ja, hè? യുവൻ ഗുഡായിട്ടാണ് പോയിരുന്നെന്നാ പറഞ്ഞ. നന്നായിട്ടുണ്ടായിരുന്നു. അവന്റെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ? ഗുഡ് ബോയ് ആണ്. ഇന്നലെ സത്യം പറഞ്ഞ ഞാനും വിഷ്ണുവും പ്രതുവും ഗീതുവും ദീപചേച്ചിയും ദിവിൻ ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രതുവിന്റെ വീട്ടിലായിരുന്നു. നമ്മളപ്പോ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ കഴിച്ചിട്ട് ശേഷമാണ് നമുക്ക് വയറ് കുറച്ച് അപ്സെറ്റ് ആയി തുടങ്ങിയത്. മിനിയാന്ന് നമ്മൾ സെയിം ഹോട്ടലിൽ തന്നെ കഴിച്ചപ്പോ നമുക്ക് ചെറുതായിട്ട് വയറിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഹോട്ടൽ ഭക്ഷണമാണ് നമുക്ക് പണി തന്നതെന്ന് തോന്നുന്നു. ഞാൻ ഹോട്ടലിന്റെ പേര് പറയുന്നില്ല, കാരണം നമുക്ക് അത്ര ഉറപ്പൊന്നുമില്ല അത് തന്നെയാണോ എന്നുള്ളത്. ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ അവർ ഡിഫെയിം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇന്നലത്തെ ഫുഡിന് ശേഷമാണ് നമുക്കൊരു ചെറിയ പ്രശ്നം വയറിന് വന്നു തുടങ്ങിയത്. ലവിഷ് യുവി നല്ല ഉറക്കാണ്. ആ സമയം മുതലെടുത്ത് ഞാന് ചോറും മോര് കാച്ചിയതും ഉണ്ടാക്കാം അല്ലെ. മോര് കാച്ചിയതും മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ടെന്നാണ് അമ്മ വിളിച്ചു പറഞ്ഞത്. അമ്മ പിന്നെ 100 വേറെ കാര്യം പറഞ്ഞു കേട്ടോ. അയമോദകം വറുത്തത്, വെള്ളം ഒഴിച്ച് കുടിക്കുക, അതൊക്കെ വയറിന് നല്ലതാണല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. നാളെ നമ്മൾ ട്രാവൽ ചെയ്യണം, അതുകൊണ്ടാണ് ഈ ടെൻഷൻ. അല്ലെങ്കിൽ കുറച്ച് 2-3 ദിവസം എടുത്ത് വെള്ളം അറിയലും മതിയായിരുന്നു. വിഷ് ഇത് കുറച്ച് കുടിച്ചോളൂ. ഞാനും കുടിക്കാം കുറച്ച്. എനിക്ക് വിഷ്ണുവിന് അത്ര ബുദ്ധിമുട്ടില്ലാട്ടാ. നേരത്തെ പറഞ്ഞില്ലേ, വിഷ്ണുവാണ് തീർന്നു പോയിരിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജ് ഓൾമോസ്റ്റ് കാലിയാട്ടോ. കാരണം നാളെ നമ്മൾ ട്രാവൽ ചെയ്യുന്നോണ്ട് ഇന്ന് രാത്രി ഗീതുവിന്റെ അവിടുന്നാണ് ഡിന്നർ. ഉച്ചയ്ക്കും ഇന്നത്തെ ഡിന്നർ തന്നെയാണ് നമ്മൾ നാളെ ലഞ്ചിന് കഴിക്കുന്നതെന്നായിരുന്നു പ്ലാൻ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ മോര് വരെ പോയി നമുക്ക് വാങ്ങിക്കേണ്ടി വന്നത്. ഇന്ന് വേറെയും കുറെ പണിയുണ്ട്. ഈ ഇരിക്കുന്നത് ഇവന്റെ ബോട്ടിലും പാസിഫയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു സെറ്റ് ഞാൻ ഇന്നലെ ഫുള്ളി സ്റ്റെറിലൈസ് ചെയ്തിട്ട് എടുത്ത് നമ്മുടെ ഡയപ്പർ ബാഗിലും അതേപോലെ തന്നെ ഇവന് എക്സ്ട്രാ 10 kg ഉണ്ട്. അപ്പൊ അതിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങള് ഇന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് എടുത്ത് വെക്കൊക്കെ വേണം. ഇന്ന് വിഷ്ണുവിന്റെ അധികം ഹെൽപ്പ് ഇല്ലാത്തത് കാരണം നമ്മളെന്താ ചെയ്യേണ്ടി വരും. പിന്നെ ഈ മോര് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം നല്ലതാട്ടോ. ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. വീട്ടില് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്ന സാധനം കേട്ടോ മോര് കാച്ചില്. വീട്ടിലല്ല, തറവാട്ടില് വെല്ലച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗ്ലാസ്സിലാക്കി കുടിക്കും. ഇതില് നമ്മള് കുറച്ച് തൈരും, നാട്ടിലാണെങ്കിൽ മോര് നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. തൈരായ സ്ഥിതിക്ക് തൈരിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഫുൾ ഔഷധങ്ങളാണ്. അതായത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, അയമോദകം വേണമെങ്കിൽ കുറച്ച് അയമോദകം, അതും കൂടെ ഇട്ട് ഈ ഒരു മോരിന്റെ അടിച്ചതിന്റെ അകത്തേക്കിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കി 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 ചൂടാക്കി എടുക്കും. അതാണ് നമ്മുടെ മോര് കാച്ചിയത്. രാവിലെ എഴുന്നിട്ട് പക്ഷെ ഇപ്പൊ ഒരു 3-4 മണിക്കൂറായിട്ട് രാത്രി കഴിച്ചായിരുന്നു. പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ അത് വേണ്ടിട്ട് ഒരു 4-5 പൊളം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് അമ്മടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്തിട്ടാലും പച്ചമുളക് ഇടണം. അതുകൊണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ജീരകം, ക്യുമിൻ സീഡ്സ്, പെരുംജീരകം അല്ല കേട്ടോ, നമ്മുടെ സാധാ ജീരകല്ലേ ആ ജീരകം, അയമോദകം വയറിന് ബെസ്റ്റ് ആണ് കേട്ടോ. എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അയമോദകം നമുക്കിപ്പോ ചെറിയ ഛർദി, ഗ്യാസ്, വയറിളക്കം അങ്ങനത്തെ പരിപാടിക്കൊക്കെ അയമോദകം ബെസ്റ്റ് ആണ്. ഇതൊരു എന്താ പറയാ ആയുർവേദ സെഷൻ ആയിപ്പോയി. ചതച്ചെടുക്കാം. ചതച്ച് വെച്ച ഈ കൂട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. എന്താല്ലേ മോര് കാച്ചിയതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമായിരിക്കും. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് മോര് കാച്ചിയത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അമ്മേനോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിന് എണീറ്റിക്കാൻ വയ്യാന്നുണ്ടെങ്കിലും പോണേൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കിടന്ന് പരതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഫ്രണ്ടിലല്ല വീട്ടിലെ. അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജ് ശരിയൊക്കെ സെറ്റാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നല്ല അടിപൊളി മോര് വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുടിച്ചു കുറച്ച്. ബെല്ലടിച്ചു, അവൻ എണീറ്റു. ആരുമില്ലേ ഏതില്? എന്റെ മനസ്സിൽ എന്തൊക്കെ പ്രതീക്ഷ വന്നൊന്നും അറിയാം. എനിക്കൊരു പാക്കേജ് വരണ്ടായിരുന്നു നാട്ടിൽ പോണതിന്റെ മുന്നേ. കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്ത് അത് വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്. വന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. ചോറ്, മോര് കാച്ചിയത്, പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ അച്ചാറും. ഇന്ന് ഫുള്ളും നമ്മൾ കുറച്ച് അധികം ലൈറ്റായിട്ട് പിടിക്കാമെന്നാണ് വിചാരിക്കണേ. കാരണം വയറിനൊരു കൺസിസ്റ്റൻസി ഇല്ല. ഇടയ്ക്ക് നന്നാവുന്നു, ഇടയ്ക്ക് മോശമാവുന്നു. അങ്ങനെ ഗ്രാഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുബി ബോയുടെ പാലുകുടി കഴിഞ്ഞു. യുബി ബോയ് എണ്ണീറ്റു, പാല് കുടിച്ചു. ഇന്ന് രാവിലെ കുളിപ്പിക്കൽ നടന്നിട്ടില്ല കേട്ടോ. കാരണം ഇന്നൊരു പ്രത്യേക തരം രാവിലെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ പാല് കുടിച്ചിട്ടേ ഉള്ളൂ. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കുളിപ്പിക്കണം. എന്നിട്ട് വേണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാൻ. ഇതാണ് നേരത്തെ പറഞ്ഞ യുവിക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കളിക്കണ ഐറ്റം കേട്ടോ. ഇത് രസാലേ, കാലിലിങ്ങനെ കെട്ടുക, അപ്പൊ കാലിങ്ങനെ വലിക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടോ. അപ്പൊ ഇതിന്റെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ കാല് മൂവ് ചെയ്യുക, ഇത് മൂവ് ചെയ്യുക, എല്ലാം കൂടെയുള്ള കോർഡിനേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ഒരു 3 months നല്ലതാന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാണ്. 2 മണിക്കൂറൊക്കെയാണ് ഈ കളേഴ്സ് നോക്കി കിടക്കണേ. അപ്പോ രസമുണ്ട് അല്ലേ യുവി? ഇപ്പൊ കളേഴ്സ് കണ്ടു തുടങ്ങിയോണ്ടേ രസമുണ്ട് ഈ പരിപാടി അല്ലേ? ഫ്ലൈറ്റിൽ കൊണ്ടുപോയാലോ അത്? അതങ്ങനെ കെട്ടിക്കിടത്തരാമ്മ. പക്ഷെ കയറ് ഉള്ള പരിപാടി ആവുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്നും കൊണ്ട് നോക്കി നിൽക്കണ്ടേ. കാരണം ഈ കയറും കുട്ടികളും അത്ര നല്ല ഒരു കോമ്പിനേഷൻ അല്ല കേട്ടോ. അത്ര നല്ലൊരു കോമ്പിനേഷൻ അല്ല. എന്നാ വിഷ്ണു കാക്കിയാ? വിഷ്ണു ഗരാജിൽ നിന്ന് പെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് എന്നാ അവനെ കുളിപ്പിക്കല്ലേ? എന്നാ അവനെ കുളിപ്പിച്ചിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം കേട്ടോ. താൻ കുറച്ചു നേരം കടന്നോ? താൻ നല്ലാത്ത ഉറങ്ങിയിട്ടില്ലല്ലോ. ഇന്ന് നല്ല ഇഷ്ടമുണ്ടല്ലേ? പക്ഷെ ഈ പറഞ്ഞ പോലെ കയറ് ഇൻവോൾവ് ആയത് കാരണം നമ്മുടെ ശ്രദ്ധ വിട്ടൊരു സെക്കൻഡ് പോലും അവര് കിടക്കരുത് കേട്ടോ. അപ്പോ ഞാൻ കുളിപ്പിച്ചിട്ട് വരാം. ഞാനല്ല, നമ്മൾ കുളിപ്പിച്ചിട്ട് വരാം. അങ്ങനെ ഒറ്റയ്ക്ക് കുളിപ്പിക്കാൻ മാത്രമുള്ള ഒരു ഇത് എനിക്ക് ആയിട്ടില്ല. ബോഡി എനിക്ക് കുഴപ്പമില്ല. തല എനിക്ക് മുക്കി എടുക്കുമ്പോഴേ, അല്ലെങ്കിൽ തലയിൽ വെള്ളം വീഴുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് ചെവിയിലാവുമെന്നൊക്കെ. അപ്പൊ അതിന് എനിക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. ഞാൻ ഇവനെ ബെഡിൽ കൊടുന്ന് കിടത്തിയിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തു കേട്ടോ, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഇവന്റെ ഓരോരോ മൊമെന്റ്സും ഇങ്ങനെ എനിക്ക് ഓൾറെഡി ഇങ്ങനെ മെമ്മറീസ് എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവൻ വന്നതിന് ശേഷം ഞാൻ ഇനി ഗൂഗിളിൽ വേണോ ആപ്പിളിൽ വേണോ എവിടെ ഇനി സ്ഥലം വാങ്ങിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്ര അധികം ഓരോ മൊമെന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നതന്നെയല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഗാലറി തുറന്നു കഴിഞ്ഞാൽ മുക്കാൽ ഇവന്റെ മുഖ. ഇനി വിഷ്ണുവിന്റെ ഫോണിലേക്ക് നോക്കിയാലോ? വിഷ്ണുവിന്റെ ഫോണിലുണ്ട് തോന്നൂല്ലേ വിഷ്ണു ഫോർ എ വെറൈറ്റി? ഇപ്പോ കുറേ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാറില്ല, ഒരു ഫോട്ടോ പോലും വിഷ്ണു എടുക്കാറില്ല. പക്ഷെ ഇവന്റെ എന്തൊക്കെയോ അവിടത്തെ ഇവിടത്തേക്ക് എന്തൊക്കെയോ ചെറുതുണ്ട്. എന്റെ ഫോണിൽ ഇപ്പൊ തട്ടി നടക്കാൻ വയ്യ അവസ്ഥ. നമ്മളൊരു ഡെയിലി കുളിപ്പിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഇവിടുന്ന് GGD എന്നവര് പറഞ്ഞു തണുപ്പുള്ള രാജ്യമാണ്, പിന്നെ ഇവർക്ക് അങ്ങനെ വേർക്കുന്ന പരിപാടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഡെയിലി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് 2 ദിവസത്തിൽ ഒരിക്കൽ കുളിപ്പിച്ചാൽ മതി. കാരണം തണുപ്പാവുമ്പോ ഡെയിലി കുളിപ്പിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാവും. ഇവർക്ക് എന്തെങ്കിലും പനി വരാനോ ചാൻസ് കൂടുതലാണെന്ന്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ കുളിപ്പിക്കും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഏറ്റവും സമാധാനത്തിന് ഒരു ചൂടുള്ള തുണി വെച്ചൊന്ന് തുടക്കുകയും ചെയ്യും. എന്താണ് തിന്നാണ് സോപ്പൊക്കെ. അങ്ങനെ യുവിയുടെ കുളി കഴിഞ്ഞു. ഇനി യുവി സ്ലീപ്പ് ബാഗിൽ കിടന്ന് പാല് കുടിച്ചുറങ്ങും. ഇത് ഇവന്റെ രാവിലത്തെ റുട്ടീനാട്ടോ ശരിക്കും. അങ്ങനെ സക്സസ്ഫുള്ളി യുവി ഉറങ്ങി. വിഷ്ണുവിനും ഇനി ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങാം. ഞാൻ പോയി സാധനം വാങ്ങിയിട്ട് വരാട്ടോ. ചോക്ലേറ്റ്സ് മേടിക്കണ്ടേ? ചോക്ലേറ്റ്സ് വേണ്ടേ? എനിക്ക് ഓർത്തിട്ട് എന്തൊക്കെയാ വേറെ ലിസ്റ്റ് അയക്കും. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. യുവിയുടെ ഒപ്പം ഒരാൾ കിടന്നിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നേരം കിടന്നുറങ്ങും കേട്ടോ. ആദ്യത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് വിഷ്ണു വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാൻ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കമ്മിറ്റ് ചെയ്ത് 1-2 സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പോയി വാങ്ങിക്കുമ്പോൾ 4 മണിക്ക് ശേഷം വിഷ്ണുവിന് ഫ്രീ ആണ്. അപ്പോൾ ഒരു 3 മണിക്ക് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ യുവിനെ ഗീതുവിൻ്റെയും പ്രതുവിൻ്റെയും വീട്ടിലാക്കാം. ഇപ്പോൾ അവൻ നന്നായിട്ട് ഗീതുവിനെയും പ്രതുവിനും ഒക്കെ ആയിട്ട് മിങ്കിളായി അവരൊക്കെ ഫേസ് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഗീതുവിൻ്റെ ഒക്കെ ഒപ്പം. അപ്പോൾ അതുകൊണ്ട് അവിടെ ആക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് വിഷ്ണു അങ്ങോട്ട് പോയിക്കോളും. പിന്നെ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഒരു 6 മണി വരെയാണല്ലോ കടയുള്ളൂ. അപ്പോൾ ഒരു 3 മണിക്കൂറത്തെ അങ്ങനത്തെ ഒരു പ്ലാനായിട്ടുണ്ടായിരുന്നു. അതിന് ഒക്കെ വിപരീതമായിട്ടാണ് നമുക്ക് ഡയറിയ രംഗത്തോട്ട് കടന്നു വരുന്നത്. അങ്ങനെ വിഷ്ണു ലീവ് എടുത്തു. സ്റ്റിൽ ഞാൻ വിചാരിച്ചു വിഷ്ണു ഭയങ്കര ടയർഡാണെന്നുണ്ടെങ്കിൽ ഗീതു എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടാക്കാൻ, അവർ അത്രയും പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവൻ ഉറങ്ങിപ്പോയി.
അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇവൻ ഉറങ്ങുകയാണെങ്കിൽ വിഷ്ണുവിനൊപ്പം അവിടെ ഇരിക്കാമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ വിഷ്ണു തീരെ ഉറങ്ങാത്തത് കാരണം ഭയങ്കര ടയർഡായിട്ടുണ്ട് വിഷ്ണു. അതേ വിചാരിച്ച യുബീനെ വേണമെങ്കിൽ അവിടെ ആക്കിയിട്ടും വിഷ്ണുവിന് 2 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ ഇവൻ ഉറങ്ങിയ സ്ഥിതിക്ക് വിഷ്ണുവും ഒപ്പം ഇരുന്ന് ഉറങ്ങി. ഞാനപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. ചിലപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എണീക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ഗീതുവിൻ്റെയും പ്രതുവിൻ്റെയും അങ്ങോട്ട് പോകുന്നത്. കാരണം ഗീതു അത്ര എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ വരുന്നുള്ളത്. അപ്പം ഇനി സമയം കളയാതെ ഞാൻ പെട്ടെന്ന് ഒരു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പോയിട്ട് വരട്ടെ. നമുക്ക് മെയിൻലി വാങ്ങിക്കാനുള്ളത് ഇവന് ഫ്ലൈറ്റിൽ എടുക്കുമ്പോൾ നമ്മളൊന്ന് ഇവനെ ഫീഡ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഈ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ചെവി വേദന കുറയുമെന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ ഒരു ഇയർ കവർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, അതും വെക്കുകയാണെങ്കിൽ ചെവി വേദന കുറച്ച് കുറയുമെന്ന് പറയും പിള്ളേർക്ക്. ആ സാധനം വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാനുണ്ട്, അധികമൊന്നുമില്ല. അമ്മ പോയപ്പോൾ ഒരു ലോഡ് ചോക്ലേറ്റ് കൊണ്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കാനുണ്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരു 1.5-2 മാസത്തിൻ്റെ അടുത്താവാനായിട്ടുണ്ട് ത്രെഡ് ചെയ്തിട്ട്. പക്ഷേ നിർബന്ധമുള്ള കാര്യമല്ല, അധികം സമയം എടുക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണമെന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പോയി റെഡിയായി ഇറങ്ങാം. കണ്ടോ, ഞാനൊരു സെറ്റ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് നമുക്ക് നീ പാക്ക് ചെയ്യാം. പക്ഷെ എൻ്റെ അമ്മോ, ഇങ്ങനൊരു പെടൽ ഈ അടുത്തൊന്നും പെട്ടിട്ടില്ല കേട്ടോ. ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷെ ചില എമർജൻസികൾ കാരണം പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല. ഇത് വയറങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് അറിഞ്ഞോളാം നാളെ എന്താണ് നമ്മൾ ചെയ്യാൻ പോണെന്നുള്ളത്. GP-നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു മെഡിസിൻ തരാം. അപ്പൊ അത് ഫ്ലൈറ്റിന്റെ സമയത്ത് മാത്രം കഴിക്കാൻ പറഞ്ഞു. കാരണം വയർ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ കുറെ ലിക്വിഡ്സ് ഒക്കെ കഴിച്ചിട്ട് വയർ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം. അപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റിന്റെ സമയത്ത് മാത്രം അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാതുണ്ടെങ്കിൽ നല്ലതല്ല എന്നാണ് അവര് പറഞ്ഞത്. ഞാനിപ്പോ ഈ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നോക്കട്ടെ. അവിടെ എത്തുന്ന അറിയില്ല. ഓക്കെ, ഡ്രസ്സൊക്കെ മാറുന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒന്നിനുള്ള സമയം ഉണ്ടായില്ല. യുവി എണീക്കുമ്പോക്ക് പോയി വരണം എന്ന് വിചാരിച്ചാണ്, അതും നടന്നില്ല. യുവി എണീറ്റു, ആകെ മൊത്തം ഒരു കച്ചറ പിച്ചറ. എന്തൊരു കഷ്ടം നോക്കണേ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. പൊരിഞ്ഞ മഴയായിരുന്നു. കാറിന്റെ അടുത്തൊന്ന് കയറിയപ്പോൾ മഴ നിന്നു. ഞാനാണെങ്കിൽ ഫുൾ നനയും ചെയ്തു, തണുത്തിട്ടും വയ്യ. ഞാൻ ഇവിടെ എത്തി. ഒരു മിക്സ് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിശക്കും ചെയ്യുക, കഴിക്കാനും വയ്യ, എന്നാൽ കഴിക്കാതിരിക്കാനും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സംഗതികൾ വഷളാവുന്നതിൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് 1-2 അർജന്റായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങളുണ്ട്. ഇവൻ്റെ ഫീഡിങ് ബോട്ടിൽ പോലത്തെയൊക്കെ, പിന്നെ അവൻ്റെ പാരസിറ്റമോൾ, സെറ്റ് പോലത്തെ ഇതൊക്കെ നാട്ടിൽ കിട്ടും. പക്ഷെ എന്നാലും ഉപയോഗിച്ച ബ്രാൻഡ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആദ്യം വാങ്ങിക്കാം. ഇവിടെ പുതിയ സാറ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറിൻ്റെ കുറച്ചും കൂടെ വലിയ ഷോറൂമാണ് തോന്നണം. ക്രൗഡ് ഫാത്ത് നമുക്ക് 1-2 സാധനം വാങ്ങിച്ച് പെട്ടെന്ന് ഇറങ്ങാം. എമർജൻസി ആയിട്ടുള്ള ഇവൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വിട്ടോ നേരത്തെ പറഞ്ഞത്. നോക്കിയപ്പോൾ എനിക്കിവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട് ത്രെഡിങ്ങിന്. 2 മാസമൊക്കെ ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ ത്രെഡിങ് കൂടെ ചെയ്യാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബാഗ് വാങ്ങിക്കണം കേട്ടോ. വൈശാഖ് സാർക്കാണ് ബാഗ് വാങ്ങിക്കേണ്ടത്. സാറ് ലിങ്ക് അയച്ചു തന്നിട്ട് ഒരു ബാഗ് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അതിനേക്കാൾ നല്ലത് എനിക്ക് കടയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലിങ്കിൽ വാങ്ങിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കടയിൽ പോയി നോക്കാൻ കിട്ടും. ഇവിടുന്ന് നമുക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് കിട്ടുമോ നോക്കാം. എനിക്ക് ഇങ്ങനത്തെ ബാഗിനേക്കാൾ ഇഷ്ടം ബാക്ക് പാക്കാണ്. പക്ഷെ എൻ്റെ ഇഷ്ടമല്ലോ, കൊടുക്കുന്ന ആളുടെ ഇഷ്ടം വേണ്ടത് നോക്കാൻ. അപ്പോൾ വൈശാഖ് സാർക്ക് എന്തായാലും ഇങ്ങനത്തെ ബാഗ് തന്നെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവസാനം നമ്മളത് എടുത്തു. പിന്നെ അൽക്ക എന്നോടൊരു കാർഡ് ഹോൾഡർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു കാർഡ് ഹോൾഡർ ഉണ്ട്, അതായിരുന്നു അൽക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ തോന്നി ഇവിടെ തീരെ നമ്മൾ പൈസ ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ട് തീരെ കയ്യിൽ പൈസയോ അല്ലെങ്കിൽ ചില്ലറ പൈസ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അൽക്കയ്ക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ നോട്ട്സും അതേപോലെ തന്നെ കോയിൻസും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പേഴ്സ് ആയിരിക്കും, ഒപ്പം കാർഡ് ഹോൾഡറും കൂടെ വരുന്ന രീതിയിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒന്ന് അൽക്കയ്ക്കും എടുത്തു. അത് കഴിഞ്ഞു. വൈശാഖ് സാറിനെ നിർബന്ധിച്ച് ചോദിച്ച് എന്ത് വേണം നീ പറഞ്ഞ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ വേണം നിർബന്ധിച്ച് ചോദിച്ചായിരുന്നു ഇത്. പിന്നെ വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നത്. യുവിയുടെ നെയ്സൽ ഡ്രോപ്പും കൂടെ വാങ്ങിക്കാണ്ടായിരുന്നു, അതും കൂടെ വാങ്ങി. ഇനി നമുക്ക് പോവാം. ഞാനിവിടെ ഏതൊരു പുതിയ പാർക്കിങ്ങിലാണ് കാറ് പാർക്ക് ചെയ്ത് എക്സിറ്റ് അടിച്ച് എവിടെയെന്ന് ചെറിയൊരു ഓർമ്മക്കുറവ്. ഇപ്പോൾ യുവിയും വിഷ്ണുവും കൂടെ പ്രതുവിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ വിഷ്ണുവിനെ ഞാൻ പോയി പിക്ക് ചെയ്തിട്ട് ഒരു 1-1.5 മണിക്കൂറെങ്കിലും ഫുള്ളി ഫോക്കസ് ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പാക്കിങ് തീരുമല്ലോ. നാളെ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, ബോർഡ് ചെയ്യാൻ പോവുമായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. യുവി കുറച്ചു നേരം ഗീതുവിൻ്റെ ഒപ്പം കളിച്ചിരിക്കുമ്പോഴേക്കും ഞാനും വിഷ്ണുവും കൂടെ പോയി പാക്കിങ് തീർത്ത് വരാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. 6 മണി കഴിഞ്ഞോണ്ടേ ഇവിടെ ഒന്നും ഒരാളില്ല.
അമ്മ നാളെ പറഞ്ഞൊരു പേടി ഇപ്പം എനിക്ക് വരിക. ഒറ്റ മനുഷ്യല്ലേ അത് നേരെ കാർ പാർക്കിംഗ് വന്ന് കാർ എടുക്കുന്നത് കാലിയായിരിക്കുന്നു ഓൾമോസ്റ്റ്. ഞാൻ അതേ തിരിച്ചു വന്ന് വിഷ്ണുവിനെ പിക്ക് ചെയ്തു. യുവി ഗീതുവിന്റെ അടുത്ത് സെറ്റാണ്. അപ്പൊ നമ്മള് 1 മണിക്കൂർ പോയി ഷഡേന്ന് വിഷ്ണുവിന്റെ പാക്കിങ്ങിൽ തീർത്തിട്ട് വരാം അല്ലേ. കണ്ട ശബ്ദമൊക്കെ പൊങ്ങി തുടങ്ങി, ക്ഷീണമൊക്കെ മാറി തുടങ്ങിയില്ലേ. നല്ല മഴ, ഒരു വൃത്തികെട്ട കാലാവസ്ഥ. അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോ ഇവിടുത്തെ വെതർ എന്തായാലും ഒട്ടും മിസ് ചെയ്യാൻ പോകണില്ല. തണുപ്പും മഴയും. നാട്ടിൽ കിട്ടാത്ത സാധനം മാത്രമേ താൻ വാങ്ങിച്ചോണ്ടുള്ളൂ. വൈശാഖ് സാറ് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് നിർബന്ധിച്ച് ചോദിച്ചാട്ടെ, ഇങ്ങോട്ട് പറഞ്ഞൊന്നല്ല, പറയാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ബാഗ് പറഞ്ഞതാണ്. നല്ല ബാഗല്ലേ. യുദ്ധം തുടങ്ങിയല്ലേ, വരിക പാക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ടാണ് യുവീനെ ഒരു സ്ഥലത്താക്കി നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അതിന്റെ ഒരു ഉണ്ടാവുന്നത്. അതെ. അപ്പോ പക്ഷെ അവനെയും കൊണ്ട് വന്നാലേ പ്രശ്നമൊന്നുമില്ല, എന്നോട് കടന്നോളും. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 1 മണിക്കൂർ ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചത്. എൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് മദേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ നീഡഡ്. അത് ഒട്ടും മടി തോന്നാത്ത കാര്യമാണ് എന്നുള്ളത്. അപ്പം അത് ഞാൻ പാലിച്ചും കൊണ്ട് ഗീതുവിൻ്റെ അടുത്ത് അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചു. അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല, ഗീതു തന്നെയാണ് ഇങ്ങോട്ട് ഓപ്ഷൻ പറഞ്ഞത്. അപ്പൊ ഷഡേന്ന് അങ്ങോട്ട് പാക്ക് ചെയ്യട്ടെ. ഷഡേന്നല്ല, കുറച്ച് സമയം എടുത്തിട്ടാക്കി മിസ് ചെയ്യേ. നമ്മൾ യുവിയുടെ പാക്കിങ് ഇന്നലെ തീർത്ത സ്ഥിതിക്ക് ഇന്നിപ്പോ 1 മണിക്കൂറിൽ വിഷ്ണുവിന്റെ ആണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഡ്രസ്സ് മുഴുവൻ കൊണ്ടുപോകണ്ടോ? ഏകദേശം ഒക്കെ അല്ല. പിന്നെ ബാക്കി മറ്റേ ജാക്കറ്റ് കൊണ്ടുത്തോളൂ, പഠിക്കണ്ട സ്ഥലം ഉണ്ടല്ലോ തവണ. എന്റെ വേറെ തന്നെ ലീഗാണ്. വൈറ്റ് ആണ്, അതിന്റെ മുകളിൽ ഒന്നെങ്കിലും ഒരു ക്യാപിച്ചിനോ അല്ലെങ്കിൽ ഒരു ചിക്കനോ മട്ടണോ എന്തെങ്കിലും താൻ മറക്കും. വിഷ്ണുവിന് ഏറ്റവും ചേർന്ന കളർ വൈറ്റ് ആണ്. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ കേടുവരുന്ന സാധനം വൈറ്റ് ആണ്. ചില ആൾക്കാർ കഴിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ക്ലംസി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും കഴിക്കുമ്പോ മേലാവുക, ചുറ്റുമാവുക, അത് എത്ര ശ്രദ്ധിച്ചാലും ചില ആൾക്കാർക്ക് ആവുമെന്ന് എനിക്ക് തോന്നണം. അപ്പൊ വിഷ്ണു ഒക്കെ അങ്ങനെയാണ്. എത്ര ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കഴിച്ചതിന്റെ ഒരു ഡ്രോപ്പ് ഇവിടെ പാൻസിൽ എവിടെയെങ്കിലും ഇട്ടുണ്ടാവും. അല്ല വിഷ്ണു? ഒരു ഉന്തുവണ്ടി ഉണ്ടാവും, പിന്നെ എന്റെ ഒരു ചെറിയ പെട്ടി ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് നമ്മള് ലഗേജ് ഹാൻഡിൽ ചെയ്യുക എയർപോർട്ടിൽ എന്നുള്ളത് വിഷ്ണു വൈശാഖ് സാറും കൂടെ ഡിസ്കസ് ചെയ്യാട്ടോ. വിഷ്ണുവിന് സിയാറ്റിക്കയുടെ സർജറി കഴിഞ്ഞത് കാരണം വെയിറ്റ് അധികം എടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ സാധാരണ ഞാനാണ് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ലഗേജൊക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാറ്. പക്ഷേ എനിക്കിപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞിട്ട് 3 months അല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു 25 കിലോ 26 കിലോൻ്റെ ലഗേജ് ഒന്നും എടുത്ത് ലിഫ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു സേഫ് ഓപ്ഷനായിട്ട് നമ്മളൊരു പോർട്ടർ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പേർക്കൊന്ന് വയറിന് വലിയ സുഖമില്ലാത്തത് കാരണം ഈവനിങ് ആകുമ്പോഴേക്ക് ഭയങ്കര ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മുഴുവനായിട്ട് നമ്മുടെ അസുഖം മാറി വലിയ സിംറ്റംസും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡൽഹിയിൽ എന്തായാലും ഒരു വീൽ ചെയർ അസിസ്റ്റൻസ് എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആവശ്യം വരുമോ എന്നറിയില്ല. പക്ഷെ അത് എടുത്ത് വെക്കുകയാണ് സേഫ് ഓപ്ഷൻ എന്ന് തോന്നി. ഒരു 10 മിനിറ്റ് കൊണ്ട് പാക്കിംഗ് ഏകദേശം വിഷ്ണുവിന്റെ തീരുമാനമായിട്ടുണ്ട്. ഡ്രസ്സ് മാത്രമേ അവൾക്ക് നാട്ടിൽ പോയാൽ വേണ്ട, വേറെ ഒന്നും കഴിച്ചില്ല. ഷൂ ഉണ്ടോ എന്തെങ്കിലും എക്സ്ട്രാ ആക്കേണ്ടത്? എല്ലാത്തിനും ഞാൻ തന്നെ വേണം, കൊണ്ടുവരും. ജസ്റ്റ് ബ്രിങ് ഇറ്റ് മാൻ. നമുക്ക് സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടാവുമല്ലോ. അങ്ങനെ ഈ പെട്ടിയിലാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഫുൾ ഇട്ട് വെച്ചിട്ടുള്ളത്. മുഴുവൻ കൊടുക്കാനുള്ള അല്ല കേട്ടോ, ചിലത് നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. തുറക്കു വിഷ്ണു, ഏത് സൈഡ് വേണമെങ്കിൽ തുറന്നോളൂ. അത് കുറച്ച് ഇതിലും നമ്മുടെ ഈ ഒരു പെട്ടിയിലും കൂടെ മിക്സ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. കാരണം ക്ലോത്ത്സ് മറ്റേതും കൂടെ മിക്സ് ചെയ്ത് വെച്ചാലേ പൊട്ടാതിരിക്കുള്ളൂ. തുറന്നോ? ഒന്ന് 2 സാധനങ്ങളൊക്കെ എടുത്ത് തന്നോളൂ. ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഭംഗിയിൽ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കവേഴ്സ് വാങ്ങിയതാണത്, കവേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെൻ്റെ ഒരു പുതിയ ഷൂ, എനിക്ക് ബീച്ചിലിടാൻ വേണ്ടി. ഹൗ ഇസ് ദാറ്റ്? പെട്ടി നമ്പർ 1 അല്ല 2 അല്ല, വലിയ പെട്ടി നമ്പർ 1 പാക്ക് ചെയ്തു. ഇതാണ് നമുക്ക് 40 kg ഉണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ബാഗേജിൽ നമുക്ക് 32 മാക്സിമം അല്ലേ, അത് എയർലൈൻ റൂൾസ് ആണ്. അപ്പോ 32 വെച്ചിട്ടാണ് അത് പാക്ക് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം വെച്ചൊക്കെ പറയാം. എന്റെ പെട്ടിയുടെ ഈ ഒരു സൈഡും നമ്മൾ അടച്ചു. ഇനി ഇവിടെ കുറച്ച് ഇത് കണ്ടോ, ഇത് അന്ന് അമ്മ നാട്ടിൽ പോയപ്പോൾ നമ്മൾ ആമിക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈറ്റ് പേപ്പർ. ഇത് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് പോലെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഭംഗിയിൽ കവർ ചെയ്തിട്ട്
ഇവിടെ ഫംഗ്ഷൻ്റെ ഇതിന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അതും കൂടെ ആ ഒരു ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ച് റെഡിയാക്കിയ സാധനങ്ങൾ. എൻ്റെ സ്കിൻ കെയർ എല്ലാം ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബാക്കി സംഗതികളെല്ലാം ഉണ്ട്. ഇത്തവണ ലഗേജ് എന്തോ കുറച്ച് കുറവാണ് അല്ലേ? ലഗേജ് കുറവായതാണോ നമുക്ക് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞില്ല, അവനൊരു എക്സ്ട്രാ 10 kg ഉണ്ട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും 40 kg ഈച്ച് ഉണ്ട്. ഇപ്പൊ ആ പെട്ടിയിൽ ഓൾമോസ്റ്റ് 25 ഉണ്ടാവുള്ളൂ. ഈ പെട്ടിയിലും ഓൾമോസ്റ്റ് 25. അത് തന്റെ ബാക്കിലുള്ള ബാക്ക് പാക്ക്. സ്ട്രോളറിന് ഇപ്പോഴും കവർ ആയിട്ടില്ല. സ്ട്രോളറും കാർ സീറ്റും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കവർ അവര് തരില്ല. എയർപോർട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കൂലേ, ആ സമയത്ത് ഒരു വലിയൊരു കവർ തരും. എയർപോർട്ടിൽ തന്നെ ചെക്കിൻ ചെയ്യണോ? അല്ലല്ലോ, നമ്മള് മറ്റേ ഫ്ലൈറ്റിൽ കയറുമ്പോ കൊടുക്കുമ്പോ വലിയൊരു കവർ തരുന്നവര്. ഞാൻ കണ്ടതിലൊക്കെ നമ്മൾ തന്നെ കവർ കൊണ്ടിടുമായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ അത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് അടച്ചിട്ട് ഞാൻ എടുത്തേക്കാൻ ഈ സൈഡ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല. ആ സൈഡ് താൻ പിടിച്ചു, ഈ സൈഡ് ഞാൻ പിടിക്കാം. അങ്ങനെ നമ്മുടെ പെട്ടിയുടെ തൽക്കാലം പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മള് സെറ്റാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ വിഷ്ണു? ഒരു സെറ്റായനെ ഒരു 80% സെറ്റായിട്ടുണ്ട്. 70. അത്യാവശ്യം തണുപ്പുണ്ട്. സമയം 9:45. വിശക്കുന്നുണ്ട്. അപ്പോൾ ഗീതുവിൻ്റെ അവിടെയായിരുന്നു ഡിന്നർ. ഗീതു ഭയങ്കര ഓഫറൊക്കെ തന്നായിരുന്നു കേട്ടോ. നമുക്ക് ചിക്കൻ ഗ്രില്ലും അതും ഇതൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ വിധിയുടെ വിളയാട്ടം വേറെയായിരുന്നു. കഞ്ഞിയും പയറുമാണ് ഡിന്നർ. രണ്ടുപേർക്ക് പയറ് വയ്യാത്തത് കാരണം. യുവി ബോയ് അവിടെ ഓൾ ഗുഡായിട്ടിരിക്കുകയെന്ന് കേട്ടോ ഗീതു പറഞ്ഞത്. എണീറ്റു കുറച്ചു നേരം കളിച്ചു. അവൻ്റെ മറ്റേ ബലൂൺ കൊണ്ടുപോയിണ്ടായിരുന്നു വിഷ്ണു, മറ്റേ ഹീലിയം ബലൂൺ അല്ലേ? അപ്പൊ അത് വെച്ച് ഇനിയിപ്പോ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അവൻ കുറച്ചു നേരം കളിച്ചു. അത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. ഇപ്പൊ ഉറക്കത്തിലാണെന്നാണ് പറഞ്ഞത്. അകത്ത് കണ്ടോ എണീറ്റിരിക്കുന്നു എന്റെ മോൻ. നേരത്തെ ഞാൻ വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വന്നപ്പോ അകത്ത് കയറി ഇവന്റെ അടുത്ത് ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാന്നുള്ളത് മറന്നുപോയായിരുന്നു. എന്താ അയ്യോ രക്ഷിച്ചു വെച്ച ഒരാക്കിയ ചോദ്യം പോലെ തോന്നുന്നുണ്ടോ? ഞങ്ങൾ നാളെ പോണതിനെ പറ്റി എന്താണ് അഭിപ്രായം? പോണെ പറ്റിയ കുഴപ്പമൊന്നുമില്ല. കൊച്ചിനെ ഇവിടെ ആക്കിട്ട് പോകാൻ പറ്റുമോ? ഞാൻ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്ക് പോണ്ട. കൊച്ചിനെ ഇവിടെ ആക്കി പോയി കഴിഞ്ഞാൽ ഗീത് കുറച്ച് ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ മറ്റേ വീഡിയോ കോളിൽ വിളിച്ചതിന്റെ ഇൻട്രൊഡക്ഷൻ ചെയ്യാം. ശരി, എന്റെ ഫാമിലി ഫംഗ്ഷൻ ഞാൻ വെർച്വൽ ആയിട്ട് ജോയിൻ ചെയ്യാന്ന്. ഇതാണ് ഗീതു ഉണ്ടാക്കിയ നമ്മുടെ എന്ത് സ്പെഷ്യൽ. എനിക്ക് വയറിന് വേറെ വയൽ ഇതായിരുന്നു. വയറിന് ലൂസ് മോഷൻ സ്പെഷ്യൽ ഡിന്നർ. ഇന്നലെ ജസ്റ്റ് മിസ്സാണ്. ആക്രമണം കാണിക്കുമ്പോ ആലോചിക്കണം. വലിയ കിടിയപ്പം കഴിക്കണമായിരുന്നു. അപ്പൊ നമുക്ക് ചോറുണ്ട്, മോരുകറി ഉണ്ട്, മുട്ടയുണ്ട്. പിന്നെ നമ്മൾ രാവിലെ പറഞ്ഞില്ലേ നമുക്കൊരു ചെറിയ കമ്മിറ്റ്മെന്റ് ഉണ്ട്, കുറച്ച് ജോലി പരിപാടി ബാക്കിയുണ്ടെന്ന്. ഒരു ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്തു വെച്ചായിരുന്നു. ഇപ്പൊ എനിക്കൊരു 15-20 മിനിറ്റ് ഫോക്കസ് ചെയ്ത് കിട്ടിയേ പറ്റൂ. അപ്പൊ അതൊന്ന് തീർത്തിട്ട് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണല്ലോ പിള്ളേർ അത്യാവശ്യം നല്ല റെസ്പോൺസ് നമുക്ക് തന്നു തുടങ്ങുക. അപ്പോൾ നമുക്കൊരു പ്രത്യേക കണക്ഷൻ പിള്ളേരായിട്ട് കൂടുതൽ തോന്നി തുടങ്ങും. ഇപ്പോഴാണ് അവൻ കുറച്ച് മുഖത്ത് നോക്കി ചിരിക്കുക, കുറച്ച് ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പോലെ കാണിക്കുക ഒക്കെ ചെയ്തു തുടങ്ങിയത് യുവി. അപ്പോൾ പ്രദൂനും ഗീതുവിനും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ തിരിച്ച് ഇപ്പോൾ ഇവൻ്റെ അടുത്ത്. അപ്പോൾ ഈ ഒരു അടുത്ത 6 ആഴ്ച ശരിക്കും ഇവനെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നമ്മൾക്ക് പോയി ഇപ്പോൾ പറ്റൂ. അപ്പോൾ നാളെ നമ്മുടെ ട്രാവൽ വ്ളോഗായിരിക്കും. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനിമലയാളി.